ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെഫ്സ് റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ യമ്മി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ബ്രെഡ് ബനാന പുഡിംഗ്. ഇപ്പോൾ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡും ബനാനയൊക്കെ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇത് പുഡിംഗ് ആയിട്ടോ ബ്രെഡ് ടോസ്റ്റ് ആയിട്ടോ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ബ്രെഡ് ബനാന പുഡിങ്ങിൻ്റെ ഈസി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ബനാന ബ്രെഡ് ടോസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ബ്രൗൺ ബ്രെഡ് 4 പീസാണ് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ ബ്രെഡിന് പകരം വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടാം. നന്നായി പഴുത്ത ഒരു ബനാന, ബ്രെഡ് സോക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് പാല്, നെയ്യ്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും മിൽക്ക് മെയ്ഡ്. നമുക്ക് ഈ ബനാന ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നന്നായി പഴുത്ത ബനാന എടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്മാഷ് ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ ഈ ബനാന സ്ലൈസസ് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. ബനാന സ്ലൈസസ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി പഴുത്ത ബനാനയാണെങ്കിൽ വളരെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതിയാകും. ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ബനാന ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കുക. ഇതാണ് ബനാന പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി. സ്മൂത്ത് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ബനാനയുടെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാകും. ബ്രെഡ് പീസസിൻ്റെ ഒരു സൈഡിലേക്ക് സ്മാഷ് ചെയ്ത ബനാന നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബനാന മിക്സ് ബ്രെഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ബ്രെഡ് പീസസും റെഡിയാക്കി എടുക്കുക. ഇതിന് മുകളിലേക്ക് അടുത്ത ബ്രെഡ് സ്ലൈസ് വയ്ക്കുക. 2 പീസ് ബ്രെഡിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള സ്ലൈസസും റെഡിയാക്കി എടുക്കുക. ബ്രെഡ് സ്ലൈസസിലെല്ലാം ബനാന മിക്സ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് സ്ലൈസസ് ടോസ്റ്റ് ചെയ്തതിനായിട്ട് ഞാനൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് ടോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് മെൽറ്റായിട്ടുണ്ട്. ഞാൻ ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. ബ്രെഡ് സ്ലൈസസിൻ്റെ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 സൈഡ് റെഡി ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ബ്രെഡ് സോക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലിൽ ബ്രെഡ് നന്നായി സോക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ബ്രെഡ് സ്ലൈസസിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. ഇപ്പോൾ ഫസ്റ്റ് പീസ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള പീസസും റെഡിയാക്കി എടുക്കാം. മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തത് കൊണ്ട് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ബ്രെഡ് ബനാന പുഡിംഗ് റെഡി ആയിരിക്കുകയാണ്. ഞാനത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള ബ്രെഡ് ബനാന പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ബനാനയോടൊപ്പം പാലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണിത്.
നന്നായി പഴുത്ത ബനാനയും കുറച്ച് ബ്രെഡ് സ്ലൈസസും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ഇത് വളരെ സോഫ്റ്റും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് ഷെയർ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.